ഹായ് ഓൾ. ഇന്നൊരു കിച്ചൺ വാൾ ഡെക്കറാണ് കേട്ടോ. നമ്മുടെ പഴയ ഫ്രൈയിങ് പാൻ വെച്ച് ചെയ്തതാണ്. 2 വർഷമായി ഞാൻ ഇതിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ബേസ് കോട്ട് അടിക്കാം, ആക്രിലിക് അടിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ പെയിൻ്റ് എടുത്തിരിക്കുന്ന സമയം വളരെ കുറവായത് കാരണം സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ നമ്മൾ അന്ന് വാങ്ങിയ പെയിൻറ്റില്ലേ, ഇത് യൂസ് ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ള ആഗ്രഹം. അങ്ങനെ അത് വെള്ളം വെച്ച പാത്രം കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് അതിൽ പെയിൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്, വരയ്ക്കാമെന്നുള്ളതാണ്, സ്പൂണും ഫോർക്കൊക്കെ. പിന്നെ ഈ സമയത്തിൻ്റെ പരിമിതി മൂലം ഈ ഒരു സംഭവം നമ്മുടെ വുഡൻ്റെ നൈഫും സ്പൂണും കയ്യിലുള്ളത് കാരണം അത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രൈയിങ് പാൻ ഉണങ്ങണ സമയം കൊണ്ട് നമ്മളതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാട്ടോ, ഞാൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ വഴക്കുണ്ടാവാതിരിക്കാൻ ഒരെണ്ണം അവൾ ചൂസ് ചെയ്ത കളറും സ്പൂണ്, നൈഫ് ഞാൻ ചൂസ് ചെയ്ത കളറും ഞങ്ങൾ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ധാരണയിലെത്തിയിട്ട് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സ്പൂണിന് അവൾ ചൂസ് ചെയ്തത് സോഫ്റ്റ് പീച്ചും ഞാൻ നൈഫിന് ചൂസ് ചെയ്തത് അക്വ ബ്ലൂ ആണ് കേട്ടോ കളറ്. പെയിൻറ്റ് ചെയ്യണ സമയത്ത് ഏറ്റവും ഭംഗി ഈ അക്വ ബ്ലൂ കളർ തന്നെയായിരുന്നു. പക്ഷേ ഫൈനലി വർക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഭംഗി സ്പൂണിന് തന്നെയായിരുന്നു കേട്ടോ. ആ പീച്ച് കളറ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടും നമ്മുടെ നൈഫും സ്പൂണൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പാൻ ഉണങ്ങി കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ പുറത്ത് വെച്ചുള്ളൂ, സമയമില്ലാത്ത കാരണം. പിന്നെ ഇത് പ്ലെയിനായിട്ട് ഒട്ടിക്കാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുകയാണ് എങ്ങനെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ. പിന്നെ ആ സൈഡിൽ എന്തെങ്കിലും കോട്ട് എഴുതാം, ഇതായിരുന്നു പ്ലാൻ. പക്ഷേ പ്ലെയിന് എന്തോ ഒരു ഭംഗിക്കുറവ്. അപ്പോൾ പിന്നെ അതിന് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, ക്യൂട്ടാണല്ലോ എല്ലാത്തിനും ആവശ്യം. പിന്നെ ഡയറക്റ്റ് മറ്റേ പെയിൻറ്റ് ചെയ്ത സ്ഥലത്ത് വരയ്ക്കേണ്ടതെന്ന് എഴുതിയിട്ട് ട്രയൽ നോക്കുക കേട്ടോ. ബാക്ക് സൈഡിൽ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ ട്രയൽ നോക്കി രണ്ടും, ഒരെണ്ണം കണ്ണടച്ചിട്ടും ഒരെണ്ണം കണ്ണ് തുറന്നിട്ടും അങ്ങനെയൊക്കെ വരച്ച് നോക്കി. അങ്ങനെ അത് ഫൈനലൈസ് ചെയ്തു. നമ്മുടെ സ്പൂണിലും നൈഫിലൊക്കെ വരച്ചു. ഫസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ചു, പിന്നെ നമ്മൾ മാർക്കറില്ലേ, CD മാർക്കർ, അത് വെച്ചിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു കളറിങ് സ്കെച്ചല്ല, ഒരു പെന്നുണ്ട്, അത് വെച്ചിട്ട് അതിന് ബ്ലഷും ഐലാഷസും മൊത്തത്തിൽ മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തു. നല്ല സുന്ദരികളാക്കി രണ്ടെണ്ണത്തിന്. എന്നിട്ടും ഒരു തൃപ്തി വരണില്ല. അപ്പോൾ പിന്നെ രണ്ടിനെയും ഞങ്ങൾ പിടിച്ചിട്ട് ഏപ്രണൊക്കെ ഇടിപ്പിച്ചു. അങ്ങനെ ഏപ്രൻ്റെ കൈയും പോക്കറ്റും ഇതെല്ലാം വരച്ചു കൊടുത്തു. എന്തായാലും കിച്ചണിൽ പോയിരിക്കണതല്ലേ, അപ്പോൾ ഏപ്രണൊക്കെ ഇട്ടിരിക്കട്ടെ എന്ന് കരുതി. പിന്നെ ഏപ്രണിന് വേറെ കളർ സെലക്ട് ചെയ്തു. അവൾ ഇതിന് സെലക്ട് ചെയ്ത കളർ എന്ന് പറയുന്നത് നമ്മുടെ ലാവൻഡർ കളറാണ് സോഫ്റ്റ് ബീച്ചിൽ സെലക്ട് ചെയ്തത്. മറ്റേതിൽ നമ്മുടെ എന്താണ് പറയുക, ബട്ടർ കപ്പ് യെല്ലോ, അതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ അതൊക്കെ വെച്ച് നമ്മുടെ ഫ്രൈങ് പാനിൽ വെച്ച് നോക്കി. പിന്നെ പെൻസിലുകൊണ്ട് ഞാനതിൽ കുക്കിംഗ് വിത്ത് ലവ് എന്നാണ് എഴുതി കൊടുത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ബ്രഷ് വെച്ചിട്ട്, ഇത് ശരിക്കും ട്രേസൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയിലൊക്കെ കാലിഗ്രഫി ചെയ്ത് എഴുതാം. പിന്നെ അത്രയ്ക്ക് ഒരു താല്പര്യമില്ലാത്ത കാരണം ബ്രഷ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് എഴുതി കൊടുത്തു. ബ്രഷൊക്കെ പഴയതാണ്, അതിൻ്റെ ബ്രിസിൽസൊക്കെ കംപ്ലൈൻ്റാണ്. അതിൻ്റെ ഒരു വർക്ക് എഴുത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുക്കിംഗ് വിത്ത് ലവ് എന്നൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാമെന്നുണ്ടായിരുന്നു. പിന്നെ അത് എടുക്കേണ്ട മടിക്ക് നമ്മുടെ 2 സൈഡ് ടേപ്പ് വെച്ചിട്ട് 3 സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ലവ്, അടുത്തത് ഭയങ്കര എംറ്റി ആണല്ലോ, അപ്പോൾ പിന്നെ ലവ് വരയ്ക്കാമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്യാത്ത 2 കളറും കൂടി ഉണ്ട്. അങ്ങനെ ലവ് വെച്ചിട്ട് വരച്ചുകൊണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ ബ്രിസിൽസ് പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ഹാർട്ട് വരയ്ക്കാൻ നോക്കിയിട്ട് അത് വലുതായിപ്പോയി. ഇതിനെ കളിയാക്കിയും കൊണ്ട് അപ്പുറത്തൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ നല്ല ഹാർട്ട് വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവളാണ് അതിൽ മൊത്തം ചെറിയ ഹാർട്ട് വരച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനൊന്നും ഇപ്പോൾ ഒരു വിലയില്ല. ഈ പാൻ ശരിക്കും നല്ല പോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ മതി എന്ന് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ. കാരണം അങ്ങനെ നമ്മുടെ കോട്ടിങ് പോണത് ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അവസാനിപ്പിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ കിച്ചണിൽ ആകെ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു കോർണർ. ഒരു വിൻഡോ ഇല്ലാത്തതിൻ്റെ നല്ല വിഷമം എനിക്കുണ്ട്. അങ്ങനെ ആ ഒരു പഴയൊരു സാധനം കുറേ വർഷം മുമ്പ് ചെയ്തത് അത് മാറ്റി നമ്മുടെ കുക്കിംഗ് വിത്ത് ലവ് അവിടെ വെച്ചു. രസമുണ്ട്, ഒരു ആനച്ചന്തൊക്കെ ഉണ്ട്. വിഷമിക്കേണ്ട, നിനക്കും ഒരവസരം വരുമെന്ന് തൊട്ടപ്പുറത്തെ പുതിയ പാനിനെ ആശ്വസിപ്പിച്ച് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ എനിക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്ത്. ഇനിയിപ്പോൾ പെയിൻറ്റൊന്നും എടുക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ട് അതിൻ്റെ കഴുത്തിൽ പിടിച്ചൊരു കെട്ട് കെട്ടി. ഇപ്പോൾ നെറ്റിപ്പട്ടം വെച്ച ആനയെ പോലെയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.